ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 22. ബി.ജെ.പിക്ക് വീണ്ടും കനത്ത പ്രഹരം. ജനാധിപത്യത്തോടും ജനാധിപത്യ സ്ഥാപനങ്ങളോടും ബി.ജെ.പിക്കുള്ള പുച്ഛവും അവജ്ഞയുമായിരുന്നു ജനുവരി 30 ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പാർലമെന്റിനെ ഇരുട്ടിൽ നിർത്തിയും പാർലമെന്റ് അംഗങ്ങളെ ഏകപക്ഷീയമായി പുറത്താക്കിയും സുപ്രധാന നിയമങ്ങൾ പാസാക്കുന്ന ബി.ജെ.പി സമീപനത്തിന്റെ ഒരു ലഘുരൂപം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ജീർണ അധ്യായങ്ങളിലൊന്ന്. 8 ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാട്ടി റിട്ടേണിംഗ് ഓഫീസർ പരസ്യമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചപ്പോൾ അന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ മേയർ സ്ഥാനാർത്ഥി AAPയിലെ കുൽദീപ് കുമാർ പരാജയപ്പെട്ടു. എന്നാൽ സത്യത്തിന്റെ മൂർച്ചയും ശക്തിയും എന്തെന്ന് ചൊവ്വാഴ്ചത്തെ ചരിത്രപ്രധാനമായ സുപ്രീം കോടതി വിധിയിലൂടെ തെളിഞ്ഞു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് AAPയുടെ മേയർ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിച്ചപ്പോൾ അത് ബി.ജെ.പിയുടെ കുതിര കച്ചവടത്തിനേറ്റ കനത്ത തിരിച്ചടിയായി. ബി.ജെ.പി സ്ഥാനാർത്ഥി മനോജ് സോൻഗറിനെ വിജയിപ്പിക്കാൻ ബാലറ്റിൽ കൃത്രിമം കാട്ടിയ ബി.ജെ.പി നേതാവ് കൂടിയായ വരണാധികാരി അനിൽ മാസിഹിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനും 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. ബി.ജെ.പിക്ക് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നേറ്റ പ്രഹരത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വിധി എന്നത് സവിശേഷ ശ്രദ്ധയർഹിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം ഏകാധിപത്യ പ്രവണതകൾക്കും അട്ടിമറിക്കും സ്ഥാനമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധിയാണിത്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെവിടെയും ക്യാമറയെ സാക്ഷിയാക്കി കൃത്രിമം കാണിക്കാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ച് ഏകാധിപത്യവും മനുവാദവുമൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പി RSS നേതാക്കൾ തന്നെയാണ് അനിൽ മാസിഹ് എന്ന ക്രിമിനലിന്റെ ശക്തി സ്രോതസ് എന്ന് നിസ്സംശയം പറയാം. ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കാൻ മത്സരിക്കുന്ന ബി.ജെ.പി നേതാക്കളുടെ മനോഭാവമാണ് ആ വരണാധികാരിയുടെ കുറ്റകരമായ നടപടിയിൽ പ്രതിഫലിച്ചത്. വിമത ശബ്ദങ്ങൾക്ക് സംഘപരിവാറിന്റെ രാമരാജ്യത്തിൽ സ്ഥാനമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് അരങ്ങേറിയത്. അന്ധവിശ്വാസങ്ങൾക്കും അഴിമതികൾക്കുമെതിരെ പോരാടിയ പൻസാരെ, ധാബോൽക്കർ, കൽബുർഗി എന്നീ ദൈക്ഷണിക ത്രയത്തെയും മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിനെയും കൊലപ്പെടുത്താൻ മടി കാണിച്ചില്ല സംഘപരിവാർ ക്രിമിനലുകൾ. ജനാധിപത്യപരമായ ഏതു സംവാദത്തെയും ഭയക്കുന്ന ഈ വർഗീയ ശക്തികൾ എത്രയോ മനുഷ്യാവകാശ പ്രവർത്തകരെയും ബുദ്ധിജീവികളെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചു. സ്റ്റാൻസാമി എന്ന വയോധികനായ സാമൂഹ്യ പ്രവർത്തകനെ ജയിലിൽ ദാരുണ മരണത്തിന് ഇരയാക്കിയതും ഇവർ തന്നെ. അതുപോലെ തന്നെയാണ് അധികാരം പിടിക്കാൻ കോടികൾ എറിഞ്ഞുകൊണ്ട് നടത്തുന്ന കൂറുമാറ്റങ്ങൾ. ആശയപരമായി എതിർപക്ഷത്തു നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യുന്ന ഇത്തരം ജനാധിപത്യ ധ്വംസനങ്ങളുടെ തുടർച്ച തന്നെയാണ് ചണ്ഡീഗഡിലും കണ്ടത്. ജനാധിപത്യത്തിനോ സംവാദങ്ങൾക്കോ തങ്ങൾ തയ്യാറല്ലെന്ന് ഓരോ പാർലമെന്റ് സമ്മേളനങ്ങളിലും ബി.ജെ.പി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കുക, പാർലമെന്റിന് വില കൽപ്പിക്കാതെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ സുപ്രധാന നടപടികൾ കൈക്കൊള്ളുക എന്നതൊക്കെ മോദി സർക്കാരിന്റെ പതിവ് രീതികളിൽപ്പെട്ടതാണ്. ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെതിരെയുള്ള സുപ്രീം കോടതി വിധിയോടെയും ദിവസങ്ങൾക്ക് മുൻപ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിലുള്ള വിധിയോടെയും ബി.ജെ.പിയുടെ ഈ സമീപനത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. പാർലമെന്ററി ജനാധിപത്യത്തോടെന്ന പോലെ ജുഡീഷ്യറിയോടും ബി.ജെ.പി പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. കുചേലൻ ഇന്നത്തെ കാലത്താണ് അവിൽ നൽകിയതെങ്കിൽ ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനായേനെ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രീം കോടതി വിമർശനം തന്നെ അതിന് തെളിവ്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള സന്തുലിതത്വത്തിന് ബി.ജെ.പി വില കൽപ്പിക്കാത്തിടത്തോളം ഈ വർഗീയ കക്ഷിയുടെ സഹജമായ അമിതാധികാര പ്രയോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.